ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഇങ്ങനെ കഴിഞ്ഞ നമ്മൾ ഈ ദൗത്യം തുടങ്ങിയത് മുതൽ എപ്പോഴും ഈശ്വർ മാൽപ്പയ്ക്ക് ഇത് തന്നെയാണ് അനുഭവം. അദ്ദേഹത്തെ എപ്പോഴും മാറ്റി നിർത്തുക, ഇവരുടെ ഈ ഓപ്പറേഷൻ ഒരിക്കലും സംയുക്തമായി ചേർത്ത് നിർത്തി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു തെരച്ചിൽ നടത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത്? എന്താണ് ഈശ്വർ മാൽപ്പെ പറയുന്നത് അരുൺ? സുഹൈൽ, അത് ഈശ്വർ മാൽപ്പ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് വലിയ അവഗണന നേരിട്ടു. അതായത് അദ്ദേഹം സ്വമേധയാ ഇത്തരത്തിലൊരു തെരച്ചിൽ, ഇത്തരത്തിൽ ദൗത്യത്തിന്റെ ഭാഗമായതാണ്. നേരത്തെ അർജുന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയി അവർക്ക് വാക്ക് നൽകിയതാണ്. ഈ ദൗത്യത്തിന്റെ അവസാന നിമിഷം വരെ താൻ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് വാക്ക് നൽകിയതാണ്. ഇവിടെ കഴിഞ്ഞ, അതായത് ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ ദൗത്യം തുടങ്ങിയ ഘട്ടം മുതൽ, വലിയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടം മുതൽ ഈശ്വർ മാൽപ്പെ ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ട് എന്ന് നമുക്കറിയാം. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ള ഘട്ടത്തിൽ പോലും ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി, അതായത് ജീവൻ പോലും പണയം വെച്ച് ആ തെരച്ചിലിൽ പങ്കാളിയായത് നമുക്കറിയാം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈശ്വർ മാൽപ്പെ ഇന്ന് രാവിലെ ഈ തെരച്ചിലിന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതിനിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അവിടെ തെരച്ചിലിന് ഇറങ്ങാൻ വേണ്ടി പാടില്ല. അതായത് ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത്, അതായത് അവിടെ കൂടുതൽ തെരച്ചിൽ ആവശ്യമാണെന്ന് ഈശ്വർ മാൽപ്പെ രാവിലെ നമ്മോട് പ്രതികരിച്ചിരുന്നു. അവിടെ തന്നെയാണ് ലോറി ഉണ്ടാവുക എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഏകദേശം ഉറപ്പിച്ചാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആ ലോറിയുടെ പാർട്സും കയറൊക്കെ കിട്ടിയ ഭാഗമാണ്. അവിടെ തെരച്ചിൽ നടത്തണം, അവിടെ കൂടുതൽ തെരച്ചിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ അതിന് ഈ പോലീസ് അനുവദിച്ചില്ല. പോലീസ് അത്തരമൊരു അനുമതി നൽകിയില്ല എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘം മടങ്ങിപ്പോവുകയാണ്, ഉടുപ്പിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ഇതാ മനാഫ്, ലോറി ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതാ ഇപ്പോൾ മാൽപ്പെ മടങ്ങിപ്പോവുകയാണ്, ഇനി ഇങ്ങോട്ട് ഷിരൂരിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാവിലെ പോലീസ് അത്തരത്തിൽ മോശമായി ഒരു ഇടപെടൽ ഉണ്ടായി എന്നും മാൽപ്പെ പറയുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ കാര്യഗൗരവം ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ വീണ്ടും പലവട്ടം പറഞ്ഞതാണ്, ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് ആർക്കാ? ഇതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് ഇവിടുത്തെ SP, കലക്ടർ, ഇവർക്കൊക്കെ. ഇവർ ഈ പടത്തിലെ വില്ലന്മാരാ. ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ വെയിലും മഴയും കാലഘട്ടം മുഴുവൻ ഇവിടെ നിൽക്കണത് എന്തിനാ? ഇവിടെ പല അനീതി നടന്നിക്കണ്. ഈ അനീതികൾ ഇയാൾ പുറത്തേക്ക് കൊണ്ടുവരിക, ഇയാൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് ഇവിടുന്ന്. ഇത് പോകുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ അർജുൻ ഇനി കിട്ടൂല. ഇത് അവസാനിപ്പിക്കണമെന്ന അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ ഈശ്വർ അവസാനിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് നാടകമാണ് ഇപ്പം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടം എടുക്കണ മാതിരി, സ്ക്രിപ്റ്റ് എഴുതിയ മാതിരിയാണ് പോണത്. ആ സ്ക്രിപ്റ്റിൽ ഇയാൾ അതിന് വഴങ്ങൂല. ഇയാളതായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതോട് കൂടിയിട്ട് ഇവരെ കാര്യങ്ങൾ വെളിച്ചത്ത് വരികയാണ്. ഇപ്പോൾ അതാ അയാളിപ്പോൾ ലാസ്റ്റ് പോണ പോക്കിന് ഈശ്വരൻ്റെ അയാളെ മാജിക് അയാൾ കാണിച്ച്. അതായത് അശോക് ലൈലൻ്റെ ഒരു വണ്ടിയും കൂടി അയാൾ അതിൻ്റെ ഇതെടുത്ത് കൊണ്ടുവന്ന്, അതായത് ഇതിനുള്ളിൽ ഒരു ലോറി അല്ല കൂടുതൽ ലോറി ഉണ്ടെന്ന് പറഞ്ഞത് തെളിയിച്ച് കഴിഞ്ഞ്. അതായത് ഈശ്വരണ്ണൻ്റെ കയ്യാലെ നമുക്ക് എന്തായെന്ന് പറഞ്ഞാൽ അശോക് ലൈലൻ്റെ വണ്ടീൻ്റെ ഒരു ഇതും കൂടി കിട്ടി. ഇനി ആ വണ്ടി തപ്പിയെടുക്കണോ? അതായത് ഇഞ്ചിൻ്റെ ചേസ് നമ്പർ കിട്ടി. ഇനി എങ്ങനെയായിരിക്കും ഈ ദൗത്യം മുന്നോട്ട് പോകും? നിങ്ങൾ എങ്ങനെ ഈ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ അർജുൻ്റെ അളിയനെ വരെ ഇവർ എന്താ പറഞ്ഞാൽ ഒരു ഭാഗത്താക്കി വെച്ചു പോയിക്കിന്. അവനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾ ഞാനും കൂടി തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എല്ലാ പ്രതീക്ഷയും ഇയാളെ മേത്തേനും അത് കഴിഞ്ഞ്. ഡ്രഡ്ജർ ഉപയോഗിച്ചും കാര്യമായ തെരച്ചിൽ നടക്കുന്നില്ലല്ലോ. ഇല്ല, ഇനി അല്ല, അത് നടക്കാൻ അതിനൊരു പരിധിയുണ്ട്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് വെടിവെക്കണ മാതിരി ആവും ഡർജറിൻ്റെ ഇയാളൊരു ദിശാബോധം കാണിച്ചു കൊടുക്കേനു ഈ മനുഷ്യന്. വളരെ സങ്കടമുണ്ട്. എന്തായാലും ആ രീതിയിലാണ് ഈ ദൗത്യത്തിൽ ഇനി പ്രതീക്ഷയില്ല എന്നാണ് ഇപ്പോൾ ഈ ലോറി ഉടമയായിട്ടുള്ള മനാഫ് പ്രതികരിച്ചത്. ഈശ്വർ മാൽപ്പെ മടങ്ങിപ്പോകുന്നതോടെ ഈ തെരച്ചിൽ
ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നതാണ്. അതിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെയും പോലീസിനെതിരെയൊക്കെ വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്, വലിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെറും ഒരു നാടകമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും പോലീസ് തുടർച്ചയായി കഴിഞ്ഞ ഇന്നലെയും ഈശ്വർ മാൽപ്പെ തെരച്ചിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലീസ് അനുമതി നൽകിയിരുന്നില്ല. അവസാന ഘട്ടം വരെ ആദ്യം ജില്ലാ പോലീസ് മേധാവി വാക്കാൽ അനുമതി നൽകിയതാണ്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന DYSP ഉൾപ്പെടെയുള്ളവർ പുഴയിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞു വെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പിന്നെ വീണ്ടും SP വിളിച്ച് അതിൻ്റെ അനുമതി നേടിയിട്ടാണ് ഇന്നലെ തെരച്ചിലിറങ്ങിയത്. ഇന്നലെ തെരച്ചിലിറങ്ങി അർജുൻ്റേതല്ലെങ്കിൽ പോലും ലോറിയുടെ ഭാഗങ്ങളൊക്കെ ഈശ്വർ മാൽപ്പെ കണ്ടെത്താൻ സാധിച്ചു. ഇന്ന് രാവിലെയും പ്രധാനമായും നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യം ഈശ്വർ മാൽപ്പെ രാവിലെ തന്നെ ആ കാര്യം ഉന്നയിക്കുകയും അവിടെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി രാവിലെ അതിന് തയ്യാറായി വരുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നും മോശമായുള്ള ഇടപെടൽ ഉണ്ടായി. പിന്നീട് മറ്റൊരു ഇടത്ത്, അതായത് വലിയ പ്രതീക്ഷയില്ലാത്തൊരു മറ്റൊരു ഇടത്താണ് ഇന്ന് ഈ തെരച്ചിൽ നടത്തേണ്ടി വന്നത് എന്നതാണ്. ഇത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി എന്നതാണ് ഈശ്വർ മാൽപ്പെ ഈ ഘട്ടത്തിൽ പറയുന്നത്. അവരുടെ സംഘം ഉൾപ്പെടെ ദൃശ്യങ്ങൾ കൂടി കാണാം. അവരുടെ സംഘം ഉൾപ്പെടെ ഇവിടെ മടങ്ങാൻ, അത് ഷിരൂരിൽ നിന്ന് അല്പം അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈശ്വർ മാൽപ്പയുടെ പ്രതികരണം എടുത്തിട്ടുള്ള അവരുടെ മാൽപ്പെ സംഘം ഉടുപ്പിൽ നമുക്കറിയാം ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അവരുണ്ട്. ഗംഗാവലി പുഴയിലെ വലിയ അടിയൊഴുക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന ഘട്ടത്തിൽ നാവികസേന പോലും ആ തെരച്ചിലിറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഒരു ശ്രമം നടത്തി, ജീവൻ പണയം വെച്ച് ശ്രമം നടത്തിയ മാൽപ്പെ സംഘമാണ്. അവർ ഇനി ഷിരൂരിലേക്ക് മടങ്ങി വരില്ല, അർജുൻ്റെ അമ്മക്ക് നൽകിയ വാക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല, അതിന് ഇവിടുത്തെ സംവിധാനങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന വളരെ വിഷമത്തോടെ ഈശ്വർ മാൽപ്പെ പറയുന്നതും നമ്മൾ എന്തായാലും ഇപ്പോൾ കണ്ടു. ഇനിയൊരു തിരിച്ചു വരവില്ല, ഇനി മടങ്ങിപ്പോവുകയാണ് എന്ന് ഈശ്വർ മാൽപ്പെ പറയുകയാണ്. എന്തായാലും ഇത് ദൗത്യത്തിലെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ആ കാര്യങ്ങൾ പങ്കുവച്ചതാണ്. പലപ്പോഴും കൃത്യമായ ദിശയിലല്ല, എന്തെങ്കിലും ഒരു ഏകോപനത്തോടു കൂടിയുള്ള തെരച്ചിൽ ഇവിടെ നടക്കുന്നില്ല, രാവിലെ ഈ വേലിയേറ്റ സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താതെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടത്താം എന്നൊക്കെ ഉള്ള കാരണങ്ങൾ പറഞ്ഞ് അതിങ്ങനെ അനന്തമായി നീളുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും മറുവശത്ത് ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ ദൗത്യം നമുക്ക് പ്രതീക്ഷ നൽകിയതാണ്. പക്ഷേ ആ പ്രതീക്ഷ ഇതോടെ അവസാനിക്കുന്നു എന്നതാണ്. ഈശ്വർ മാൽപ്പെ ഇനി മടങ്ങി വരില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തെങ്കിലും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ടോ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടോ ഇല്ല. ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് രാവിലെ പോലും മോശമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അല്പസമയം മുമ്പ് ലോറി ഉടമ മനാഫ് കൂടി നമ്മോട് പ്രതികരിച്ചിരുന്നു. മനാഫ് പറയുന്നത് ഇനി ഈ ദൗത്യത്തിൽ പ്രതീക്ഷയില്ല, ആദ്യഘട്ടം മുതൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനാഫ് ഉൾപ്പെടെ പറയുന്നത്. ഈശ്വർ മാൽപ്പയെ തെരച്ചിലിറക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ദൗത്യം തന്നെ വൈൻഡപ്പ് ചെയ്യാൻ, അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതിൽ അർജുൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന കാര്യം ഉൾപ്പെടെയാണ് മനാഫ് പറയുന്നത്. എന്തായാലും ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈശ്വർ മാൽപ്പെ ഇനിയിപ്പോൾ തെരച്ചിലിറങ്ങാതെ മടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം മടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും, ആരാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ അവ്യക്തത തുടരുകയാണ്. നേരത്തെ ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇനി നാവികസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ തെരച്ചിലിന് ഉണ്ടാകൂ എന്നതാണ്. പക്ഷേ നാളെ ഈ ഡ്രഡ്ജറിന്റെ കരാർ അവസാനിക്കുകയാണ്. 3 ദിവസത്തെ കരാറാണ്. ജഗന്നാഥനുമായുള്ള 3ാം വട്ട തെരച്ചിലായിരുന്ന ഔദ്യോഗിക സംവിധാനത്തെക്കാൾ നമുക്ക് പ്രതീക്ഷയും വിശ്വാസം ഈശ്വർ മാൽപ്പയായിരുന്നു. പക്ഷേ ഒടുക്കം അവർ ഉടക്കി ഈശ്വർ മാൽപ്പെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന അതീവ സങ്കടകരമായ വാർത്തയാണ്